ഗായ്സ്, സോ വീണ്ടും ഒരു ബിഗ് ബില്യൺ ഡേയ്സ് കൂടി വരികയാണ്. ഫ്ലിപ്കാർട്ട് അവരുടെ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. 27 തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 26 VIP മെമ്പേഴ്സിനും പ്ലസ് മെമ്പേഴ്സിനും ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും പ്രൊഡക്റ്റോ മൊബൈലോ ഗാഡ്ജറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഐറ്റംസ് നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ വില ഇപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വില എത്രയെന്ന് ഇപ്പോൾ നോക്കുക. ദെൻ അഗെയിൻ 27 റിട്ടേൺ വരിക. എന്നിട്ട് എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടോ എന്ന് റിയൽ ആയിട്ട് നോക്കുക. സോ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഇവിടെ കാണിക്കാം. ഫ്ലിപ്കാർട്ടിൽ കുറച്ച് വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു ഓഫേഴ്സ് കുറച്ച് മൊബൈൽസിലുണ്ട്. ഫസ്റ്റ് എല്ലാവരും കാത്തിരുന്ന ഐഫോൺ തന്നെയാണ്. സോ ഐഫോൺ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഐഫോൺ 16 റിലീസായ കാരണം 15 ആയിരിക്കും കൂടുതൽ ഡിമാൻഡ്, കാരണം പ്രൈസ് കുറയ്ക്കും. ഇപ്പോൾ കാണിക്കുന്നത് 75,000 ആണ് ഐഫോൺ 15 പ്ലസ്സിൽ വരുന്നത്. സോ ഒബ്വിയസ്ലി അതിൻ്റെ റേറ്റ് കുറയും. എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ളതാണത്. ഈ ആപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ടാവില്ല, ബട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല ക്യാമറ, പ്രൊസസ്സർ, എല്ലാ കാര്യങ്ങളും തരുന്നുണ്ട്. ബാറ്ററി ലൈഫും ഇതിൻ്റെ നല്ലതാണെന്നാണ് ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ പറയുന്നത്. കമ്മിങ് ബാക്ക് ടു മോട്ടോറോളയിൽ ഒരുപാട് ഫോൺസ് റീസെൻ്റ്ലി ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ എനിക്ക് അധികം ഫീച്ചേഴ്സൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു ഫോൺ എടുത്ത് പറയേണ്ടത് മോട്ടോ G45 ആണ്. ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി അണ്ടർ 10K നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. 4GB ഇൻറ്റേർണൽ മെമ്മറിയും 128GB മെമ്മറിയും തരുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രൊസസ്സറാണ്. സ്നാപ്ഡ്രാഗൺ 6s Gen 3 പ്രൊസസ്സറാണ്. ഒരു ഡീസൻറ്റ് ക്യാമറയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, 50MP ആൻഡ് 16MP ക്യാമറ. ആൻഡ് ബാക്ക് ടു ദി അതർ ഓപ്ഷൻസ്, റിയൽമി P2 Pro. അത് ഒരു അണ്ടർ 20K ബഡ്ജറ്റിൽ നിങ്ങളൊരു ഫോൺ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ റിയൽമി ആയ കാരണം ഇതിൻ്റെ ഫോൺ ക്യാമറ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ 50MP + 8MP ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അനദർ ഓപ്ഷൻ എന്ന് പറയുന്നത് റിയൽമി 12 Pro Plus ആണ്. ആ ക്യാമറ, ഇതിൻ്റെ ക്യാമറ ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു. ആൻഡ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ലക്ഷറി വാച്ചിൻ്റെ ഡിസൈൻ ഉൾക്കൊണ്ടിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. സ്നാപ്ഡ്രാഗൺ 7s Gen 2 പ്രൊസസ്സറാണ് വരുന്നത്. അത്യാവശ്യം ഇൻറ്റേർണൽ മെമ്മറിയും കാര്യങ്ങളുണ്ട്. ക്യാമറ നിങ്ങൾക്കറിയാം 50 + 8 + 64. സോ അതാണ് ഇതിൻ്റെ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത്. DSLR ടൈപ്പ് ഫോട്ടോ എടുക്കാം എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സാംസങ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിലാണ് S23 5G വരുന്നത്. 56,000 ആണ് സാംസങ് ഗാലക്സി S23 വരുന്നത്. പക്ഷേ അത് ഓഫർ ടൈമിൽ ഒരു 40,000 കിട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇതിൽ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രൊസസ്സറാണ് വരുന്നത്. ക്യാമറ 50 + 10 + 12MP നല്ല ക്യാമറയായിരിക്കും. ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 3900 mAh ബാറ്ററി വരുന്നുള്ളൂ. സോ അതൊരു ലിമിറ്റേഷൻ തന്നെയാണ്. ബട്ട് സ്റ്റിൽ അണ്ടർ 40K ബഡ്ജറ്റിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും സാംസങ്ങിൻ്റെ S23 എന്ന് പറയുന്നത്. പിന്നെ S23 FE ഉണ്ട്, ഫാൻസ് എഡിഷൻ. പക്ഷേ അതത്ര ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയില്ല, കാരണം അതിൽ 41,000 ആണ് ഇപ്പോൾ ഉള്ളത്. അതൊരു 30,000 റേഞ്ചിൽ കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ബിഗ് ബില്യൺ ഡേയ്സിൽ. അതിൻ്റെ പ്രൊസസ്സർ വരുന്നത് Exynos 2200 ആണ്. Exynos പ്രൊസസ്സർ ഒബ്വിയസ്ലി സ്നാപ്ഡ്രാഗണിൻ്റെ അത്ര നല്ലതല്ല. സോ അത് റെക്കമെൻഡഡ് ഫോണായിട്ട് ഞാൻ എടുക്കുന്നില്ല. അഗെയിൻ ബാക്കിയുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് ഇവിടെ താഴെ ഓരോന്നായിട്ട് കാണാൻ പറ്റും. റിവ്യൂ കലണ്ടർ ഓൾസോ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ ഫോണും അവർ ഓരോ ഡേറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓരോ ഡേറ്റിൽ അവർ ആ പ്രൈസ് ടാഗ് ഓരോന്നായിട്ട് ഫൈനലൈസ് ചെയ്യും. ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഫോൺ ബോംബിംഗ് ആണ്. സോ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫോൺ എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.